നമസ്തേ, ഞാൻ താര. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടൊരു പ്രോഡക്റ്റ് ആണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്, ഹെയർ ബട്ടർ. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മൾ ഹെയർ ബട്ടർ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഹെയർ ബട്ടർ ഉണ്ടാക്കി നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ റീസൺ, മുടി കട്ട പിടിച്ചിട്ടിരിക്കുന്ന, അതായത് നമ്മൾ നോർമലി നമ്മുടെ ഹെയർ നമ്മൾ ഷാമ്പൂ ചെയ്ത് അതിന്റെ ശേഷം കണ്ടീഷണർ ചെയ്തിട്ടാണ് മുടി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഒരു ഹെയർ സ്പാ ക്രീം വാങ്ങിക്കുക, അങ്ങനെയൊക്കെ ഉള്ളത് റെയർ ആണ്. എല്ലാവരും ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണ് ഹെയർ സ്പാ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബട്ടർ ആണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത്. അതിന്റെ മെഷർമെന്റ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഒരു പ്രൊഡക്റ്റ് ചെയ്യുന്ന പോലെയല്ല, ഇത് 3 ടൈപ്പിലാണ് എടുത്തു വെച്ചേക്കുന്നത്. ഒന്ന് ഒരു ഓയിൽ ഫേസ്, അതായത് നമ്മൾ ഒരു 3 ടൈപ്പിൽ ചെയ്യുന്ന ഒന്ന് ഓയിൽ ഫേസ് ആണ്. ഒന്ന് വാട്ടർ ഫേസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഓയിലിൽ മാത്രം നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കേണ്ട സാധനങ്ങൾ. രണ്ടാമത്തേത് എക്സ്ട്രാക്ട്, ഗ്ലിസറിൻ, DM വാട്ടർ, അങ്ങനെ ഒരു സെക്ഷൻ വരുന്നത്. പിന്നെ കൂൾ ഫേസ് എന്ന് പറയുന്നത് നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്ന ലാസ്റ്റ് ഈ പ്രൊഡക്റ്റ് 2 സെറ്റ് ചെയ്തിട്ട് 3ാമത് മിക്സ് ചെയ്യുന്ന ഒന്നാണ്. അതിനകത്തേക്ക് നമ്മൾ പ്രിസർവേറ്റീവ് ചേർക്കണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് എസെൻഷ്യൽ ഓയിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂൾ ഫേസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹണിയും ഞാൻ ആ സമയത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ 3 സെക്ഷനായിട്ട്, ഒന്ന് ഓയിൽ ഫേസ്, ഒന്ന് വാട്ടർ ഫേസ്, ഒന്ന് കൂൾ ഫേസ്, അങ്ങനെ 3 ടൈപ്പിലാണ് ഞാൻ ഇത് എടുത്ത് വെച്ചേക്കുന്നത്. നമ്മുടെ ഹെയർ ബട്ടർ വീഡിയോയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റ് ഒന്നൊന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഇത് സെറ്റൽ ആൽക്കഹോൾ എന്ന് പറയുന്നതാണ് ഈ പ്രൊഡക്റ്റ്. നമ്മൾ വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ വെയിറ്റിംഗ് മെഷീൻ ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കാണ്. വെയിറ്റിംഗ് മെഷീനിൽ ഏകദേശം 12 ഗ്രാമാണ് ഞാൻ എടുക്കുന്നത്. അടുത്തതായിട്ട് സ്റ്റിയറിക് ആസിഡ് ആണ്, അതും ഞാൻ വെയിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 30 ഗ്രാം വരുന്നുണ്ട്. ഇതൊക്കെ ഓയിലിനകത്ത് നമ്മൾ മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ഷിയ ബട്ടർ ആണ്. ഷിയ ബട്ടർ നമ്മൾ 9 ഗ്രാമാണ് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ വെയിറ്റിംഗ് ഡിജിറ്റൽ സ്കെയിലിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒരു എന്താണ് മെഷർമെന്റിനുള്ളത് അത് വെച്ചതിന് ശേഷം നമ്മളിവിടെ അതിന്റെ വെയിറ്റ് കുറയ്ക്കണം. അപ്പൊ 0യിലേക്ക് വരും. ഇനി ഷിയ ബട്ടർ നമ്മൾ എടുക്കുകയാണ്. 9 ഗ്രാം ഷിയ ബട്ടർ ആണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. കറക്റ്റ് 9 ഗ്രാം ഷിയ ബട്ടർ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് അർഗാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇത് എടുത്ത് വെച്ചേക്കാണ്. അർഗാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അളവുകളെല്ലാം മെഷർമെന്റ് കൃത്യമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മൾ ഓയിൽ ഫേസിലേക്കുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് നമ്മൾ വാട്ടർ ഫേസിലേക്കുള്ളതാണ് ഇനി നോക്കുന്നത്. 2 സെക്ഷനായിട്ട് വെക്കുന്നത്. ഈ ഓയിലിൽ ചേർക്കുന്നത് വാട്ടറിലേക്കോ വാട്ടറിൽ ചേർക്കുന്നത് ഓയിലിലേക്കോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് റെഡി ആവില്ല. പിന്നെ ഇതിന്റെ എക്സ്ട്രാക്ട്, അതായത് നമുക്ക് ഈ ഒരു ഭാഗത്തിലേക്ക് വാട്ടർ ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പൊ ഹെയറിന് ഗുണമുള്ള, അതായത് ഇപ്പൊ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇത് ജഡാമാംസി എന്ന് പറയാം. ജഡാമഞ്ചി എന്നാണ് നമ്മുടെ ഇവിടെ കേരളത്തിലൊക്കെ പറയുന്നത്. തമിഴ്നാട്ടിൽ പോയ ജഡാമാംസി എന്നാണ് പറയുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വെള്ളത്തിൽ തിളപ്പിച്ച്, ഫ്യൂസ്ഡ് വാട്ടർ വെള്ളത്തിൽ തിളപ്പിച്ച് നമുക്ക് അതിന്റെ ജ്യൂസ് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ റോസ്മേരി ഞാൻ വെച്ചിട്ടുണ്ട്, ബോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് റോസ്മേരി ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് നമുക്ക് കയ്യിലുള്ളതെങ്കിൽ റോസ്മേരി ആണെങ്കിലും ഒരു 10 ml വാട്ടർ മാത്രമാണ്, അതായത് ഈ ഒരു DM വാട്ടർ. നമ്മൾ വെള്ളം ചേർക്കാൻ പാടില്ല. DM വാട്ടർ ആണ്. DM വാട്ടർ ഒരു 15 ml 20 ml ഒക്കെ എടുത്ത് അത് തിളപ്പിച്ച് നമുക്ക് ഏകദേശം 10 ml വാട്ടറും മതിയാവും. ഈ ഒരു വാട്ടറിലേക്ക്, അതായത് ഒന്നുകിൽ ജഡാമാംസി, അതല്ലെന്നുണ്ടെങ്കിൽ ഏതാണോ ഹെർബ് നമുക്ക് ഹെയറിന് അവൈലബിൾ ആയിട്ടുള്ള ഹെർബ് ഏതാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. പക്ഷെ ഡ്രൈ ആയിട്ടുള്ളതാണ് ഞാനത് തിളപ്പിച്ചെടുക്കുന്നത്. അതെല്ലാം നിങ്ങൾ വെജിറ്റബിൾ ആയിട്ട്, ഇപ്പൊ ചെമ്പരത്തിപ്പൂ നിങ്ങൾ ഇടാൻ വിചാരിക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അലോവേര, അങ്ങനെ എന്താണ് നിങ്ങൾക്ക് പച്ചയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് തിളപ്പിച്ച് ഫ്യൂസ്ഡ് വാട്ടർ ആയിട്ട് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ആ വാട്ടറിലേക്ക് ഒരു പ്രിസർവേറ്റീവ് നിർബന്ധമായിട്ട് ചേർക്കണം. അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് പൂത്തു പോകും. ഞാൻ അതുകൊണ്ട് ഇപ്പൊ DM വാട്ടറാണ് ഇന്നത്തേക്ക് ചേർക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് പിന്നെ ഇത് കൂടെ ചേർക്കുന്ന എക്സ്ട്രാക്റ്റുകളാണ് ഞാൻ. എക്സ്ട്രാക്ട് ഒന്ന് ജഡാമാംസി എടുത്തിട്ടുണ്ട്, ഞാൻ ആ പ്രൊഡക്റ്റിന്റെ എടുത്തിട്ടുണ്ട്. മറ്റൊന്ന് ഞാൻ ചെയ്തേക്കുന്നത് ചെമ്പരത്തി പൂവിന്റെ. ഇതിന്റെയൊക്കെ എക്സ്ട്രാക്ട് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് വാട്ടർ ബേസ്ഡ് ആണ് ഇത് രണ്ടും. പിന്നെ ഹെയറിന് ഒരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഗ്ലിസറിനാണ് ചേർക്കുന്നത്. അപ്പൊ ഇത്രയും സംഗതികളാണ് നമുക്ക് വളരെ കുറഞ്ഞ മെറ്റീരിയലുകൾ ഇതിന് മതിയാവും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ DM വാട്ടറിന്റെ കൂടെ വേണം. ഇതാണ് നമുക്ക് വാട്ടർ ഫേസിലേക്ക് ചേർക്കുന്ന കാര്യം. പിന്നെ അടുത്തത് കൂൾ ഫേസിലേക്ക്. കൂൾ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ആയിട്ട് നമ്മൾ ഒരു പാത്രത്തിൽ മാറ്റി വെക്കും. ഇത് വാട്ടർ ബേസ്ഡ്, ഇത് രണ്ടാമതും റെഡിയാക്കി വെക്കും. ഇത് രണ്ടും റെഡിയാക്കി വെച്ചതിന് ശേഷം രണ്ടും ഒന്നിച്ച് കഴിയുമ്പോഴാണ്
കൂൾ ഫേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിനൊരു പ്രിസർവേറ്റീവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രിസർവേറ്റീവും നെക്സ്റ്റ് ഞാൻ ഇനി റോസ്മേരി എസെൻഷ്യൽ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ നമുക്ക് വരുന്ന ഒരു എസെൻഷ്യൽ ഓയിൽ നമുക്ക് അത് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് ചേർത്താൽ മതി. നിങ്ങൾക്ക് അറിയാൻ പാടുള്ളത് 2 3 എണ്ണം സ്മെല്ല് കൂടുതൽ കിട്ടാൻ വേണ്ടി ഉപയോഗിക്കരുത്. എല്ലാ ഫ്രാഗ്രൻസ് എല്ലാ എസെൻഷ്യൽ ഓയിലും ഒന്നിച്ച് നമുക്ക് ചേർക്കാൻ പറ്റില്ല. കാരണം അതിന്റെ സ്മെല്ല് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്ന നമുക്ക് അറിയുന്നവർക്കാണെങ്കിൽ തമ്മിൽ പരസ്പരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്മെല്ലുകൾ ചേർക്കാം. അതിന് ആരോമ തെറാപ്പി പഠിച്ചവർക്കാണ് ഏതൊക്കെ ബേസ് നോട്ട് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യുക, ഈ എസെൻഷ്യൽ ഓയിൽ തമ്മിൽ മിക്സ് ചെയ്യുന്നതും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ടാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ എന്തായാലും റോസ്മേരിന്റെ എസെൻഷ്യൽ ഓയിലാണ് ഇതിൽ ചേർക്കുന്നത്. പിന്നെ ഒരു ക്രീം കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു 3 കളർ, വളരെ കുറച്ച് കളർ വീതം ചേർത്ത മൈക്കയുടെ കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ കളറും കൂടെ ചേർത്ത് ഒരു ക്രീം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചേർക്കുന്നത്. കളർ നിങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം, കാരണം നമ്മൾ വീട്ടിൽ ചെയ്യുന്നതല്ലേ. നമുക്ക് ബിസിനസ്സിലേക്കാണെങ്കിൽ കളറൊക്കെ ചേർത്താൽ മതി. അല്ലെങ്കിൽ വൈറ്റ് കളറിൽ ഒരു ക്രീമായിട്ട് തന്നെ ആയിരിക്കും, നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നതിന്റെ കാര്യം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് ഇത് എങ്ങനെയാണ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതെന്ന് അതിലേക്ക് നമുക്ക് കടക്കാം. നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാണ്. അപ്പൊ നമ്മൾ തുടക്കം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. ഇപ്പൊ ഗ്ലൗസ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെങ്കിലും ഇതെല്ലാം ഞാൻ പിടിക്കുന്നതുകൊണ്ടാണ് സ്റ്റെറിലൈസിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഒന്ന് കയ്യിൽ ഞാൻ യൂസ് ചെയ്തത്. നമ്മുടെ പാത്രങ്ങളിൽ എല്ലാം റബ്ബിങ് ആൽക്കഹോൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇത് എവാപറേറ്റ് ആയി പോകുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ ഓരോന്ന് സെപ്പറേറ്റ് എടുക്കുകയാണ്. ഇപ്പോൾ വാട്ടർ ഫേസിലേക്കുള്ളത് വാട്ടർ എടുക്കുകയാണ്. വാട്ടർ 15 ml വാട്ടറാണ്. ഞാനിപ്പോൾ ഇത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. 15 ml 10 ml ഒഴിച്ചു. ഇനി 5 ml കൂടി ഒഴിക്കുക. ഇത് നമുക്ക് മൊത്തം 21 ml വാട്ടറാണ് വേണ്ടിയത്. ഞാനതിൽ കുറച്ച് ഹണി ചേർക്കുന്നുണ്ട്, വാട്ടർ കുറച്ചതാണ്. ഒരു 15 ml ഒഴിച്ചിട്ടുണ്ട്. ഒരു കൂട്ടുകാരൊരു കാര്യം മറക്കരുത്, നമ്മൾ DM വാട്ടർ എടുക്കുമ്പോൾ DM വാട്ടർ ഓൾറെഡി നമ്മളിങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ട് തിരിച്ച് ഈ പാത്രത്തിൽ DM വാട്ടറിലേക്ക് തിരിച്ചൊഴിക്കരുത്. കാരണം അത് നമ്മളെപ്പോഴും പ്രൊഡക്റ്റിലേക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു തവണ പാത്രത്തിലേക്ക് ഒഴിച്ചു അത് അധികം വന്നാൽ തിരിച്ചൊഴിക്കരുത്, അത് മറക്കരുത്. അപ്പം വാട്ടർ ഫേസിലേക്കുള്ള നമ്മൾ വാട്ടർ ഒഴിച്ചു. അതിനകത്തേക്ക് നമ്മൾ ഗ്ലിസറിൻ അളന്ന് വെച്ചിട്ടുണ്ട്. ഗ്ലിസറിൻ ഒഴിക്കുകയാണ്. പിന്നെ എക്സ്ട്രാക്റ്റ് ആണ്, 10 ml എക്സ്ട്രാക്റ്റ് ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഏകദേശം 5 ml ഉണ്ട്. ഒന്ന് ചെമ്പരത്തിയുടെ എക്സ്ട്രാക്റ്റും മറ്റൊന്ന് ജഡാമാംസിയുടെ എക്സ്ട്രാക്റ്റ് ആണ് ഞാൻ ഉപയോഗിക്കുന്നതിന്. അങ്ങനെ 2 എക്സ്ട്രാക്റ്റ് 10 ml നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ ഓൾറെഡി വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. കൂട്ടുകാർക്ക് അറിയാം, ഇങ്ങനെ എക്സ്ട്രാക്റ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതാണ് ഞാൻ ഇതിന് ഉപയോഗിച്ചേക്കുന്നത്. ഇത് ഇതിലേക്ക് ഞാൻ ചേർത്തിട്ടുണ്ട്. ഓയിലായിട്ട് ചെയ്യണ്ടേ. അപ്പൊ ഇതെല്ലാം ഇനി ഈ പാത്രത്തിലേക്ക് സെപ്പറേറ്റ് നമ്മൾ ചൂടാക്കാനായിട്ട് എടുക്കുകയാണ്. അർഗാൻ ഓയിലാണ്. ഇത് ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം അർഗാൻ ഓയിലിന് പകരം. ഇതെല്ലാം ഇതിൽ തന്നെ മെൽറ്റായിട്ട് നമുക്ക് കിട്ടണം. സെറ്റൽ ആൽക്കഹോളും സ്റ്റീറിക് ആസിഡ്, ഷിയ ബട്ടർ, ഗ്ലിസറിൻ. കൂട്ടുകാർ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. നമ്മൾ ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ട് നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ് ഇതിനകത്തേക്ക് മെയിനായിട്ട് പറഞ്ഞു തരുന്നത്. നമുക്ക് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് വളരെ പെട്ടെന്ന് മെൽറ്റായി വരും. ഈ ഷിയ ബട്ടറിലും ഓയിലിലും ഇത് നല്ല പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. ഇതിൻ്റെ ചൂട് നോക്കേണ്ടത്, ഇത് മെൽറ്റ് ആകുന്നതാണ് നമ്മുടെ ചൂട് എന്ന് പറയുന്നത്. ഇത് മെൽറ്റായി കിട്ടണം, എത്രയേ ഉള്ളൂ.
വളരെ ഫാസ്റ്റ് ആയിട്ട് അത് മെൽറ്റ് ആയിട്ടുണ്ട്. ബട്ടർ ഒന്ന് അലിയാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. എഴുപത്തൊമ്പത് ഡിഗ്രി ചൂടായിട്ടുണ്ട്. 70-80 ഡിഗ്രി വരെ ചൂടായാൽ മതി ഇത്. പിന്നെ ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യുകയാണിത്. പിന്നെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്കുള്ള പ്രിസർവേറ്റീവുകൾ ചേർക്കുന്നത്, എസൻഷ്യൽ ഓയിൽ ചേർക്കുന്നത്, കളർ ചേർക്കുന്നത്. ഇത് ഫെനോക്സിൻ എഥനോൾ എന്ന് പറഞ്ഞ പ്രിസർവേറ്റീവ് ആണ് ഞാൻ ചേർക്കുന്നത് ഇതിലേക്ക്. ഒരു 3 ml അത്രയൊക്കെ ഞാൻ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ ഈ പ്രിസർവേറ്റീവ് ചേർക്കണ്ട, നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ഇത് ഒഴിവാക്കാം. അങ്ങനെയെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഞാൻ ഇത് പ്രിസർവേറ്റീവ് ചേർക്കുകയാണ്. ഒരു 3 ml ഒക്കെ അത്രയൊന്നും നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എന്നാൽ ഓവറായിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറ്റില്ല. ഞാൻ 3 ml ഇത് ഞാൻ ചേർത്തിട്ടുണ്ട്. പ്രിസർവേറ്റീവ് ചേർത്തു, പിന്നെ എസൻഷ്യൽ ഓയിൽ അത് 3 ml വരെയൊക്കെ ചേർത്താൽ മതി. ഇത്തിരി കൂടുതൽ വേണം, 5 ml വരെ മാക്സിമം. അതിൽ കൂടുതൽ നമ്മൾ ഒഴിക്കാൻ പാടില്ല. കളറാണ് ചേർക്കുന്നത്. ഇങ്ങനെയുള്ള ബോട്ടിലായതുകൊണ്ട് എനിക്ക് അളന്ന് കാണിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഒരു ക്രീം കളർ, ഏകദേശം അത്ര വലിയ കളർ വേണ്ട, എങ്കിലും ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. കളർ ചേർക്കണം നിർബന്ധമില്ല. ഇത് മൈക്കയുടെ കളറാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഞാൻ ഇനി നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ഇനി ക്രീമായിട്ട് ഇത് റെഡിയായി വരണം. അപ്പം അതിന് ബ്ലെൻഡർ ഉപയോഗിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ഇനി ചെയ്യുന്നത്. സ്പാറ്റില കൊണ്ട് ഞാൻ അത് ചെറിയ അളവായതുകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നതേ ഉള്ളൂ. ഇനി അത് ക്രീമായിട്ട് നമ്മളിനി അത് റെഡി ആവണം. കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് ഈ സ്റ്റീലിന്റെ പാത്രത്തിൽ ഞാനിത് ചെയ്ത് കണ്ടോ, വെള്ളം പോലെയാണ് ഇത് ഇരിക്കുന്നത്. വെള്ളം പോലെയാണ് ഇത് ഇരിക്കുന്നത്. അതിന് ക്രീമിലേക്ക് ഇനിയും വരും. നമ്മളത് നന്നായിട്ട് ബ്ലെൻഡർ കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് ക്രീമായിട്ട് വരുള്ളൂ. നമ്മൾ അതേസമയം ഇത് മിക്സിയിൽ വെച്ച് അടിക്കാമെന്ന് വിചാരിക്കരുത്. ബ്ലെൻഡറിൽ തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താലാണ് ഇങ്ങനെയുള്ള ഒരു ബ്ലെൻഡർ നമുക്ക് ആവശ്യമാണ്. ബ്ലെൻഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതൊക്കെ ഞാൻ സ്റ്റെറിലൈസ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ഡയറക്റ്റ് ഒഴിച്ചത്, സമയം ലെങ്ത് കൂടാതിരിക്കാൻ വീഡിയോയ്ക്ക്. പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം വിട്ടു, ഹണി നമുക്കൊരു അല്പം ഞാൻ ചേർക്കുന്നുണ്ട്. ഹണി നല്ലതാണ്, അതിന് ഒരു അല്പം ചേർക്കുന്നുണ്ട്. ഒരു 5 ml ഒക്കെ. നമ്മൾ ഇതിന്റെ അളവുകൾ നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. അളവുകൾ തെറ്റിക്കഴിഞ്ഞാൽ ക്രീമായിട്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കണം.
ഇവിടെ പ്രൊഡക്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തിക്കാവും. ഇത് തണുക്കുന്നതാണ്. തണുത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് തിക്കാവും. നമുക്കിത് കുറച്ചൊരു ചെറിയൊരു അല്ല തിക്കായിട്ടുള്ള ക്രീം വേണ്ടെങ്കിൽ ഞാൻ അത്രയും തിക്കായിട്ട് വേണ്ട. ഞാൻ അതുകൊണ്ട് ശകലം റോസ് വാട്ടർ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള യൂസിന് വേണ്ടിയിട്ടാണ്. ഇത് നല്ല ക്രീം ആയിട്ടുണ്ട്, നല്ല തിക്ക് ക്രീം ആയിട്ടുണ്ട്. ഇത് ഓവറായിട്ട് നമ്മൾ ഈ ബ്ലെൻഡർ കൊണ്ട് ബ്ലെൻഡ് ആക്കി കഴിഞ്ഞാൽ ഇത് തണുക്കുമ്പോൾ നോർമലി ഇത് നല്ല കട്ടയാവും. പിന്നെ കട്ടയാവുന്നുണ്ടോ? നല്ല ക്രീമിന്റെ ഒരു പരുവമാകുമ്പോൾ നമ്മളിത് നിർത്തണം. ഓവറായി കഴിഞ്ഞാൽ കൊള്ളൂല. നമ്മുടെ ക്രീം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ കാണിച്ചു തരാമേ. ക്രീമിന്റെ ആ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിത് 24 hours കഴിഞ്ഞിട്ടേ ഇനി യൂസ് ചെയ്യുള്ളൂ. ഇത് നമ്മളിത് നന്നായിട്ട് അടച്ച് തണുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ അടച്ചു വെക്കാൻ പാടുള്ളൂ. ഒരു കൂൾ ടൈം അതിന് കൊടുക്കണം. നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഞാൻ ബൗളിൽ നിന്ന് മാറ്റിയാണ്. നല്ല ക്രീമായിട്ട് തന്നെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? നല്ല ക്രീമായിട്ട് തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അതാ ഒരു തണുക്കുന്നതിന് മുന്നേ തന്നെ നമ്മളത് എന്ത് ചെയ്യുക, അത് ഇത് രണ്ടും മിക്സ് ചെയ്ത് വെച്ചാൽ ഈ ഇതിന്റെ ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് അന്നേരം തന്നെ നമ്മൾ ബ്ലെൻഡർ വെച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഇങ്ങനെ ക്രീം ആക്കി എടുക്കണം. നല്ല നല്ല ക്രീമായിട്ടാണ് ഇരിക്കുന്നത്. ഒരു ക്രീം കളർ തന്നെ അത് വന്നിട്ടുണ്ട്. നിങ്ങൾ കളർ ചേർക്കുന്നില്ലെങ്കിൽ പ്യുവർ വൈറ്റിൽ തന്നെ ഇരിക്കും. ഇതേ നമ്മൾ പ്രൊഡക്റ്റ് റെഡിയായി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിലേക്കാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ലാബ് ടെസ്റ്റ് നിർബന്ധമാണ്. എറണാകുളത്ത് ഇന്റർഫീൽഡ് ലാബാണ് നമുക്ക് കോസ്മെറ്റിക്സിന്റെ പ്രൊഡക്റ്റ് ഒക്കെ ടെസ്റ്റിന് കിട്ടുക. ആ ഇന്റർഫീൽഡ് ലാബിൽ നിന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് ടെസ്റ്റ് പാസ്സായി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും നമുക്ക് ബിസിനസ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. അപ്പം നമ്മളൊരു ലാബ് ടെസ്റ്റിന് വേണ്ടി നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ അതിന്റെ തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് എടുക്കുന്ന എല്ലാ പാത്രങ്ങളും ഇത് എന്തൊക്കെ ടൂളുകൾ ഇതിന് ഉപയോഗിക്കുന്നു അതെല്ലാം സ്റ്റെറിലൈസ് ചെയ്യണം. ഗ്ലാസ് ബോട്ടിൽ ഇങ്ങനെയുള്ള നമ്മളിത് മെൽറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ പിന്നെ ഡ്രയർ ഉണ്ടെങ്കിൽ ഈ ബോട്ടിലുകൾ പാക്ക് ചെയ്യുന്ന ബോട്ടിലാണെങ്കിൽ നമ്മൾ ഡ്രയറിൽ വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തത് നന്നായി. അല്ലാതെ നമ്മൾ കഴുകിയിട്ട് കൈ കൊണ്ട് തുടയ്ക്കാനോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിന് തുടയ്ക്കാനോ അതിനേക്കാളും നല്ലത് ഡ്രയറിൽ വെച്ച് നന്നായിട്ട് ഉണങ്ങിയെടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് റെഡിയായി കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ ഒരു രീതി നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്ന സെയിം പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഒന്ന് കൂൾ ഫേസിൽ, ഒന്ന് വാട്ടർ ഫേസ്, 2 ഫേസ് എടുക്കുക. നെക്സ്റ്റ് കൂൾ ഫേസ് എന്ന് പറയുന്നത് പ്രിസർവേറ്റീവ് ചേർക്കുക, എസെൻഷ്യൽ ഓയിൽ ചേർക്കുക, കളർ ചേർക്കുക. ഇങ്ങനെ 3 സെക്ഷൻ ചേർത്ത് ഒന്നാക്കി കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് ആയി. അപ്പൊ ഇന്നത്തെ എന്റെ ഹെയർ ബട്ടർ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് വീഡിയോയിൽ വന്ന് പറയാം. താങ്ക് യു.